യെസ്, CBSE ബോർഡ് എക്സാം ഫെബ്രുവരി 17 ഇതിപ്പോൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി മിഡ് ആകുമ്പോഴേക്കും പ്രാക്ടിക്കൽസ് തുടങ്ങും. ഏകദേശം ഒരു 100 ദിവസമുണ്ട് അല്ലേ? 100 ദിവസം കൊണ്ട് ഏതൊരാൾക്കും മാത്സിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 95+ മുകളിൽ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ദിസ് ദ ബെസ്റ്റ് ടൈം. അപ്പോൾ എന്നോട് ചോദ്യം ചോദിക്കുക എല്ലാവരും, സാറേ ഞാൻ ആദ്യം ഏത് നോക്കണ്ടേ, ഫോക്കസ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കാണോ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ആണോ? അവരോട് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ആദ്യം തന്നെ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാല്ലേ. ടെക്സ്റ്റ് ബുക്കാണ് ഇമ്പോർട്ടൻറ്റ്, ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആണ് ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തറവാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസിയായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇനി വെറും 100 ദിവസം അല്ലേ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അറിയോ? ഇപ്പം പഠിക്കാൻ ഇരിക്കണം എല്ലാവരും, കറക്റ്റ് ടൈമാണ്. ആദ്യം തന്നെ ഒരു ഫോമുല പേപ്പർ റെഡിയാക്കുക. നിങ്ങൾ പഠിക്കാൻ പോണ 14 മാത്സ് ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ ഫോമുലാസും അതിൽ വേണം. ഒരിക്കലും ആ ഫോമുലാസ് വേറെ കുട്ടിയുടെ ഫോമുല പേപ്പർ യൂസ് ചെയ്യല്ലേ. കാരണം അവന് വേണ്ടിയ ഫോമുലാസ് ആയിരിക്കില്ല കുട്ടികൾക്ക് വേണ്ടി വരിക. അപ്പോൾ രണ്ടിനും ഒരു വേരിയേഷൻ വരും, അത് നിങ്ങളെ നല്ലപോലെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ സ്വയം ഒരു ഫോമുല പേപ്പർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി ഹാളിൽ, സ്റ്റഡി റൂമിൽ, സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ ഒട്ടിച്ച് വെക്കുക. അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ തന്നെ ഒട്ടിച്ച് വെക്കാനും കുഴപ്പമില്ല. നിങ്ങളത് കാണണം, എല്ലാ ദിവസവും പഠിക്കാൻ ഇരിക്കുമ്പോൾ അത് കാണണം. എന്തുകൊണ്ട്? ഇനി അങ്ങോട്ട് ദിവസം 3, 4, 5 മണിക്കൂർ ആ സ്റ്റഡി ടേബിളിൽ തന്നെ നിങ്ങൾ ദിവസം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഫോമുല പേപ്പർ കാണുമ്പോൾ ഓരോ ഫോമുലസ് തന്നെ ബൈഹാർട്ടാവും. ഓക്കെ, ഇനി സാറ് പറഞ്ഞു തന്നെ ബൈഹാർട്ടാവുമെന്ന് പറഞ്ഞു, അപ്പോൾ ഞാൻ ഇനി അതിനു വേണ്ടി സമയം കളയണ്ട. അങ്ങനെയല്ല, അതിനു വേണ്ടി സമയം കളയണം, പക്ഷെ പഠിക്കുക. നിങ്ങൾ ഫോമുല പേപ്പറിന് ടൈം സ്പെൻഡ് ചെയ്യുന്നൊപ്പം തന്നെ ബാക്കി സബ്ജക്ട്സ് ഇപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുക, ഫോമുല പേപ്പറിൽ നോക്കി ഒരു ഫോമുല കണ്ടു, അപ്പോൾ അത് തന്നെ നിങ്ങൾ ബ്രെയിനിലേക്ക് കയറും. പിന്നെ ആദ്യം ടെക്സ്റ്റ് ബുക്ക് ഫിനിഷ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പാടൂ. ആദ്യമേ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ പാടൂ. ഓൾവേസ് ബി മോട്ടിവേറ്റഡ്, എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക കേട്ടോ. കാരണം 1-2 ദിവസം മോട്ടിവേഷൻ വീഡിയോസോ മോട്ടിവേഷൻ സോങ്സോ ഹെൽപ്പ് ചെയ്യും. അതിനങ്ങോട്ട് ബാക്കി 98 ദിവസം നിങ്ങൾ എങ്ങനെ മോട്ടിവേറ്റ്, എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ അതിനൊരു ഈസി ഒരു ഹെൽപ്പ് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോമുല പേപ്പറിന് താഴെ മുകളിലോ ഒരു ചാർട്ട് വെക്കുക, പ്രോഗ്രസ് ചാർട്ട്. അതായത് ഇപ്പോൾ ഡേ 7 നിങ്ങൾക്ക് 5 ചാപ്റ്റർ തീർക്കണം. മാത്സിന് 5 ചാപ്റ്റർ ഡേ 7, ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ ഡേ 7 5 ചാപ്റ്റർ തീർക്കണം. അപ്പോൾ ഡേ 1 ഞാൻ റിയൽ നമ്പേഴ്സ് കഴിഞ്ഞു, അപ്പോൾ റിയൽ നമ്പേഴ്സ് എഴുതി വെക്കുക. ഡേ 1 സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, ഡേ 1 സോഷ്യലിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ പ്രോഗ്രസ് ചാർട്ട് കീപ്പ് ചെയ്യാൻ. പക്ഷേ ഒരാഴ്ച മുകളിൽ നിങ്ങൾ സർവൈവ് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രസ് ചാർട്ടിൽ അതൊരു ഹാബിറ്റായിട്ട് മാറാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ. ഡേ 9 ആകുമ്പോഴേക്കും ഞാൻ മാത്സിന് 5 ചാപ്റ്റർ കഴിഞ്ഞു, വണ്ടർഫുൾ. ഇനി അത് 7, 8, 9 ചാപ്റ്റർ മാത്രം. അതെനിക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കണം. അപ്പോൾ അതൊരു ബേസിക് മോട്ടിവേഷൻ, നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു ഫ്യൂവലായിട്ട് മാറും അത്, അല്ലേ? പിന്നെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈസി ചാപ്റ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈസി ചാപ്റ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് വിത്ത് റിയൽ നമ്പേഴ്സ്. ഓൾറെഡി പഠിച്ചൊരു ചാപ്റ്ററാണ് അല്ലേ റിയൽ നമ്പേഴ്സ്. പല എക്സാംസും സ്കൂളിൽ മിഡ് ടേം ഉൾപ്പെടെ പീരിയോഡിക്കൽ ഉൾപ്പെടെ പല വട്ടം ആ ചാപ്റ്റർ പഠിച്ചാണ്. ആ ചാപ്റ്റർ ഇനി ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ വെറും 3-4 മണിക്കൂർ മാത്രം, അത്രയും വേണ്ട പഠിച്ച ആൾക്കാർക്ക്. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു ദിവസം എടുത്തോ. ഓക്കെ, ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ചാപ്റ്റർ തീർക്കണം. രണ്ടാമത്തെ പോളിനോമിയൽസ്, പ്യുവർലി ഫോമുലാസ് ഡ്രിവൻ ചാപ്റ്ററാണ് അല്ലേ. പോളിനോമിയൽസ് എന്ന് പറയുന്നത് പ്യുവർലി ഫോമുലാസ് ആണ്. അത് പഠിക്കാൻ ഒരു എക്സ്ട്രാ 1 more ഡേ എടുത്തോളൂ. മൂന്നാമത്തെ ചാപ്റ്ററാണ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് ഒരു പ്രശ്നമാണ് എല്ലാവർക്കും അല്ലേ. ട്രയാങ്കിൾസ് 6.2, 6.3 എക്സസൈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ട്രയാങ്കിൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളത് ബൈഹാർട്ടായിട്ട് പഠിക്കണം. ട്രയാങ്കിൾസ് ബൈഹാർട്ടാക്കണം മക്കളെ, വേറെ നിവർത്തിയില്ല. അപ്പോൾ ട്രയാങ്കിൾസ് ക്വസ്റ്റ്യൻ ബോർഡ് എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ അതിനാണ് പറയുന്നത് ട്രയാങ്കിൾസിലെ ടെക്സ്റ്റ് ബുക്ക്, ട്രയാങ്കിൾസ് ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കാറ്, ടെക്സ്റ്റ് ബുക്കാണ് കൂടുതലും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് 6.2, 6.3 എക്സസൈസസ് എല്ലാ ക്വസ്റ്റ്യൻസും 2-3 വട്ടം എഴുതി പഠിക്കണം. അതിന് നിങ്ങളൊരു 3 ദിവസം എടുത്തോളൂ. ഓക്കെ, AP ഒരു ബ്യൂട്ടിഫുൾ ചാപ്റ്ററാണ് AP.
അധികം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് തലവേദന വരാത്തൊരു ചാപ്റ്ററാണ് AP. അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ദിവസം തീർക്കാൻ പറ്റും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് അല്ല ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ആണ്. നിങ്ങൾ ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് എന്ന് തുടങ്ങുന്നോ അന്ന് നിങ്ങൾക്കൊരു ഫ്ലോ വരും ചെയ്യാൻ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ചാപ്റ്റർ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുമോ? ഭയങ്കര എളുപ്പമാണ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആൻഡ് 2 വേരിയബിൾസ്. ഈ ഒരു ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ അധികം ക്വസ്റ്റൻസ് ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. കൂടുതലും ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ആണ് ചെയ്യേണ്ടത്. ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഈ ചാപ്റ്റർ 2 ദിവസം കൊണ്ട് തീർക്കാം. ഫസ്റ്റ് ടൈം പഠിക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് 2 ദിവസം എടുക്കും. ഓൾറെഡി പഠിച്ച ആൾക്കാർക്ക് ഈ ചാപ്റ്റർ ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാം. ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ആണ് ഈ ചാപ്റ്ററിൽ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ കോർഡിനേറ്റ് ജോമെട്രി ടെക്സ്റ്റ് ബുക്ക് ഒരു ദിവസം തീർക്കാൻ പറ്റും. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ ഫോമിലൊക്കെ നിങ്ങൾക്ക് എക്സാമിന് തലവേദന വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻസ് ഒക്കെ വരും. സെക്ഷൻ ഫോമുല ബോർഡ് എക്സാമിന് തലവേദന ആവാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് സെക്ഷൻ ഫോമുല. അപ്പോൾ കൂടുതലും ഔട്ട്സൈഡ് ക്വസ്റ്റൻസ്. ഈ ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഫോളോ ചെയ്യുക? R.D. ശർമ്മയുടെ ഡിസ്ക്രിപ്റ്റീവും MCQ 2 ബുക്കുണ്ട്, ഒരു പിങ്കിഷ് റെഡ് ആയിട്ട്. പിന്നെ ഓസ്വാൾഡ് ബുക്കും. ഈ 3 ബുക്കാണ് നിങ്ങൾ കൂടുതലും ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി പ്രശ്നമാണ് കുറേ പേർക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടുതലും പ്രശ്നമായിട്ട് മാറുന്ന ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസിൻ്റെ പോർഷനിൽ അവസാനത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നല്ലൊരു പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്കൊരു 5 ദിവസം എടുക്കാം. അവസാനത്തെ 10 ക്വസ്റ്റ്യൻ മിനിമം ഒരു 4 വട്ടം ഓരോ ക്വസ്റ്റ്യൻ എഴുതി പഠിക്കാൻ കുട്ടികളെ. കാരണം എക്സാമിന് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് ഇങ്ങനെ ചെയ്തേ, അങ്ങനെ ചെയ്താൽ എന്തുകൊണ്ട് പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്താലും കിട്ടുന്നുണ്ടല്ലോ. കൺഫ്യൂഷൻ. 3 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എടുക്കാൻ പോകുന്നത് 13-14 മിനിറ്റാണ്. അപ്പോൾ അവിടെ വേറെ പല ക്വസ്റ്റ്യൻസ് സമയം നിങ്ങൾക്ക് പോവാണ്. എക്സാം ലെങ്തി ആയിരിക്കും. ഓക്കെ, ബോർഡ് എക്സാം വിൽ ബി ലെങ്തി. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിനൊരു വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ഇത് എളുപ്പമുള്ള ചാപ്റ്ററാണ്, വലിയ ബുദ്ധിമുട്ടില്ല. tan 30 tan 60 വാല്യൂസ് അറിയുമെങ്കിൽ ചാപ്റ്റർ ചെയ്യാം. അതിനൊപ്പം ആംഗിൾ ഓഫ് എലിവേഷനും ഡിപ്രഷനും. ഓക്കെ, പിന്നെ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സോൾവ് ചെയ്യാൻ 3 ഡേയ്സ് എടുക്കാം. അതിലെല്ലാ ക്വസ്റ്റൻസും ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ഒരു ക്വസ്റ്റൻ ഉണ്ട്, ജെറ്റ് പ്ലെയിൻ്റെ ഒരു ക്വസ്റ്റൻ. ഓക്കെ, അത് സ്പീഡൊക്കെ വെച്ച് ചെയ്യണം. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ചോദിക്കാറുണ്ട്, എല്ലാ വർഷം ചോദിക്കാറുള്ള ക്വസ്റ്റനാണ്. പ്രോബബിലിറ്റി 10ാം ക്ലാസ്സിലെ 14 ചാപ്റ്ററിലെ ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. പക്ഷേ അതേപോലെ തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കോമൺ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ചാപ്റ്ററാണ്. കൺഫ്യൂഷൻ കാരണം. ഇതിൽ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഉണ്ട്. സാറ്റർഡേസ് ആണ്ട് MCQ ആയിട്ട് വരും. പിന്നെ കോയിൻസിൻ്റെ ക്വസ്റ്റൻ, പിന്നെ ഡൈസിൻ്റെ ക്വസ്റ്റൻ, പിന്നെ കാർഡ്സിൻ്റെ ക്വസ്റ്റൻ. ഈ 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത് ബോർഡ് എക്സാമിന്. കൂടുതലും കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരാൻ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒറ്റ ദിവസം തീർക്കാൻ പറ്റും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്റ്റിനൊക്കെ ക്വസ്റ്റൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ബോർഡ് എക്സാം ചോദിക്കും. അപ്പോൾ R.D. ശർമ്മ കൂടുതലും ഫോക്കസ് ചെയ്യാം. സർക്കിൾസ് എനിക്ക് 3 ദിവസം എടുക്കാം. ആദ്യത്തെ ഒരു ദിവസം ഓൺലി ദ തിയറംസ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ നോ വറീസ്. ബാക്കി 2 ദിവസം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കും മാത്രം ഫോക്കസ്. ടെക്സ്റ്റ് ബുക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കാനുള്ള ചാൻസ് കൂടുതലും ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ എക്സസൈസ് എന്നാണ്. പിന്നെ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് വെരി ഈസി ചാപ്റ്റർ. ഏരിയ ഓഫ് സെക്ടർ, ഏരിയ ഓഫ് സെഗ്മെൻറ്റ് ക്വസ്റ്റൻസ് കൂടുതലും വരിക. പിന്നെ ഒരു ഹോസ് ഇസ് ടൈഡ് ടു എ നോട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അത് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ നോക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോബബിലിറ്റി തന്നെ ഏറ്റവും ഈസിയാണ്. ലെങ്തി ചാപ്റ്ററാണ്. കുറേ കാൽക്കുലേഷൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതൊരു 2 ദിവസം എടുക്കാം. 2 ദിവസം ഈ ചാപ്റ്റർ പഠിച്ച് തീർക്കണം. അപ്പോൾ അതേപോലെ തന്നെ മീഡിയനും മോഡിൻ്റെ ക്വസ്റ്റൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പിന്നെ എളുപ്പമാണ്. എല്ലാവരും പഠിക്കും. മോഡും മീഡിയനും കുറേ സ്കിപ്പ് ചെയ്യും. അത് ചെയ്യരുത്. മോഡും മീഡിയനാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ കാൽക്കുലേഷൻ കൂടുതലാണ്. 2 ദിവസം വേണം ഈ ചാപ്റ്ററിന്. ഇത് ചെയ്ത് നോക്കണം. എല്ലാ ക്വസ്റ്റൻസും കാൽക്കുലേഷൻ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ മനസ്സിലായി. ശരി, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് കാൽക്കുലേഷൻ പിന്നെ ചെയ്യാം അങ്ങനെ വിചാരിക്കരുത്. ക്വസ്റ്റൻ ടേബിൾ വരച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യണം, നിർബന്ധമാണ്. സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് ഒരു ദിവസം എടുത്തോളൂ. ഈസി ചാപ്റ്ററിന്. ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്തോളൂ. ഫോർമുലാസ് കഷ്ടപ്പെട്ട് പഠിക്കണം. കുറച്ച് ഫോർമുലാസ് ഉണ്ട്, 14-15 ഫോർമുലാസ് ഉണ്ട് ആ ചാപ്റ്ററിൽ. പിന്നെ അതേപോലെ തന്നെ ഒരു ദിവസം ചാപ്റ്റർ പഠിക്കാം. അപ്പം മൊത്തം ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ 26 ദിവസമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ
ഈ ഒക്ടോബർ മാസം ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ ഫോക്കസ് ആണെങ്കിൽ നവംബർ ഡിസംബർ നമുക്ക് ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടും. അല്ലെങ്കിൽ ജാനുവരി ഒക്കെ ആകുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനും സമയം ഉണ്ടാവില്ല, ടെൻഷനാവും. നിങ്ങൾക്കറിയാം ഔട്ട്സൈഡ് ക്വസ്റ്റൻസ് മാത്സിൽ കൂടുതൽ ചെയ്യേണ്ടതെന്ന് അതും അറിയാം, അതിനും സമയം ഉണ്ടാവില്ല. പിന്നെ കൺഫ്യൂഷനാവും, ടെക്സ്റ്റ് ബുക്ക് ചെയ്യണോ ഔട്ട്സൈഡ് ചെയ്യണോ. പിന്നെ അങ്ങനെ പ്രോക്രാസ്റ്റിനേഷൻ വരും. അങ്ങനെ കുറേ മാർക്സ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒക്ടോബർ മാസം കൂടുതൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിട്ട് മാറും കാര്യങ്ങൾ. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ബോർഡ് എക്സാമിന് എങ്ങനെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ A B C Dയിലൊക്കെ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഔട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.